ഹലോ ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ കൊഞ്ചിനെ പിടിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കണേ ഗൈസ്. നമ്മൾ കൊഞ്ചിനെ അതിൻ്റെ വെയിറ്റിന് വേണ്ടി കൊഞ്ചിനെ പിടിക്കണേ ഗൈസ്. വേണ്ട ഗൈസ്, ഇതാണ് ഗൈസ് കൊഞ്ച്. ഇതാണ്ടോ ഭയങ്കര കുടപ്പാണ് ഗൈസ്. വേണ്ട ഗൈസ്, ഭയങ്കര കുടപ്പാണ്. നമ്മൾക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കണ്ടു. അടുത്തത് ഇപ്പോൾ ഇടാൻ പോവുകയാണ് ഗൈസ്. കണ്ടോ, അപ്പോൾ അടുത്തത് ഇട്ടു. 2 ആയി. കണ്ടോ ഗൈസ്, അടുത്തത് പിടിക്കാൻ പോവുകയാണ് ഗൈസ്. ഗൈസ് കണ്ടോ, നല്ല വാട്ടർഫോൾസ് ആണ് ഗൈസ്. അവിടെ നമ്മുടെ ടീംസ് ഉണ്ട്. അവിടെ തോണ്ട അമ്മ ഇരിക്കുകയാണ്. ഇവിടെയാണ് താവക്കൽ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഗൈസ്. ഇവിടെ വിതിരയാണ് ഗൈസ്. വിതിര താവക്കൽ ഫോൾസ് കണ്ടോ, വാട്ടർഫോൾസ് കണ്ടോ ഗൈസ്. എല്ലാവരും നോക്കണം. ഗൈസ് അങ്ങനെ കൊഞ്ച് പിടിച്ചോണ്ടിരിക്കണം. നമുക്ക് വെയിറ്റ് വേണ്ടി ഇടാനേ ഗൈസ്. അവിടെ ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. കൊണ്ടുവന്നു ഗൈസ്. ഗൈസ് ഗൈസ് കണ്ടോ കണ്ടോ കണ്ടോ, അടുത്ത കൊഞ്ചാണ് ഗൈസ്. ഗൈസ് വീട്ടിൽ കളഞ്ഞ് കൊഞ്ചിനെ പിടിക്കും. അങ്ങനെ നമ്മൾ കൊഞ്ചിനൊക്കെ പിടിച്ചിട്ട് ടീംസ് വരെയാണ് ഗൈസ്. ബാക്കി വരെയാണ് ഗൈസ്. നമ്മളങ്ങനെ വാട്ടർ ഫോൾസിൻ്റെ അടുത്തോട്ട് പോയാണ്. അങ്ങനെ ചൂണ്ടായി കൂടെ. ഇതാണ് നമ്മുടെ വിതിരയിലെ താവക്കൽ വാട്ടർഫോൾസ്. ഞാൻ നീന്തൽ പിടിച്ച സ്ഥലമാണിത്. നീന്താൻ വേണ്ടി പഠിച്ച സ്ഥലം. ഇത് നല്ല കുഴിയായിരുന്നു അന്ന്. ഇപ്പം മണ്ണൂറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഴമൊക്കെ കുറഞ്ഞാണ്. പണ്ട് ഭയങ്കര ആഴമായിരുന്നു. ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. മഴയത്ത് ഇതിൻ്റെ മണ്ടേ കൂടെയൊക്കെ നിറഞ്ഞ് പതഞ്ഞ് ഒഴുകും. ഇപ്പോൾ നമ്മൾ ഒരു പരൽമീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. നോക്കാം. ചൂണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ ചൂണ്ട 22 തോന്നുന്നു. 22 നമ്പർ ചൂണ്ട. കൊഞ്ചിനങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. കിട്ടിയാൽ മറിയില്ല. നമ്മൾ ചൂണ്ടയിൽ കൊരിക്കാൻ പോവുകയാണ്. കോർക്കാച്ചിരി പാടാണ്. ചാടിക്കിടക്കും. ഏതൊക്കെ വഴി കൊരിക്കാത്തിരി പാടാണ്. ക്ഷേമം പഠില്ല. ഗൈസ് നമ്മളങ്ങ് നീട്ടി എറിയാൻ വേണേ ഗൈസ്. പാപ്പ അപ്പം അങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇട്ടിട്ടുണ്ട്. കട്ടേട്ടപ്പം ഗൈസ് അങ്ങനെ നമുക്ക് മീൻ കിട്ടിയിരിക്കുകയാണ്. എടുത്തില്ല. നമുക്കങ്ങനെ ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. തലടിച്ച പോയി കട്ടേട്ടാ ഗൈസ്. നമ്മൾ കല്ലൊക്കെ ഇട്ടാണ് പിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കൊഞ്ചിനങ്ങോട്ട് എന്നിട്ട് ഈ മീൻ കൊത്താകുമ്പോൾ നമ്മളൊരു കല്ലെടുത്ത് ഇങ്ങനെ കറി. അപ്പോൾ ഈ മീനാണെങ്കിൽ ഈ ശബ്ദം ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് ഈ കൊഞ്ചിനെ കളർ അടിക്കും ഗൈസ്. എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അടുത്ത കൊഞ്ചെടുത്ത് കൊഞ്ചിടുക. നമ്മൾ ഇട്ടത് പോലും ഇല്ല വീട്. അതിന് മുമ്പേ ഇവിടെ ആൾക്കാരൊന്നും ഗൈസ്. അങ്ങനെ കല്ലെടുക്കണം. കാണിച്ചു തരാം. കല്ലെടുക്കണം. എന്നിട്ട് അങ്ങോട്ട് എറിയും. എന്നിട്ട് ഇങ്ങനെ 2-3 ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഈ കൊഞ്ചങ്ങോട്ട് വലിച്ച് നീട്ടി എറിയും. നീട്ടില്ല കല്ല് വീണ് എടുത്തോണ്ട് അങ്ങോട്ട് എറിയും. ഇപ്പം അങ്ങോട്ടേ എറിയും. അങ്ങോട്ട് വീണ്ടുണ്ട് ഗൈസ്. നീ കിട്ടാൻ നോക്കാം. നമ്മൾ കുറച്ചു നേരം വേണം അല്ലേ ഇപ്പം. പോയി കട്ടേട്ടപ്പാ. കൊഞ്ച് തീരാറായല്ലപ്പാ. വീണ്ടും പൊരിക്കണം. അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാകുന്ന അപ്പാ. നീ ഇതില് നോക്കിയിട്ട് അപ്പൊ എന്തിനൊന്ന് ആന്റി
ആരാ കല്ലു തെറിഞ്ഞു? അപ്പൊ ഗൈസ് അത് ഒരു വലിയ വലിച്ചു കൈ വിടാൻ നോക്കാം. അത് അടിച്ചിട്ട് അതടിച്ചോണ്ട് ഗൈസ്. അടിച്ചോണ്ട് ഗൈസ്, നമ്മളെ പറ്റിക്കുന്നു നീ. നമ്മളങ്ങോട്ട് എടുത്തെറിഞ്ഞു. ഇത് കല്ല് ഈ പ്രാവശ്യം അടിച്ചോണ്ട് പോകുന്നു. കല്ല് വാരി കല്ല് കയറി കല്ല് കയറി കയറി. അത് കൊണ്ടുപോയി. ഈ മീൻ നമ്മളെ പറ്റിക്കുന്നു ഗൈസ്. ഇത് ശരിയല്ല. ലാസ്റ്റ് വഞ്ചി ഇതിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു ഗൈസ്. ഇതിലൊക്കെ കിട്ടിയാൽ നമ്മൾ നീട്ടി വെച്ചതാണ്. അങ്ങ് പോയി. ഇത് കിട്ടുമെന്ന് പ്രതീക്ഷ. അതില് നോക്കടാ, കാണാമോ? ചുണ്ട് തുളച്ച്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് കിട്ടിയൊരു മീനാണ്. ഇവിടെ ധാരാളം ഉണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം നല്ല വെറൈറ്റി കളറുള്ള ഒരു മീനാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ മീൻപിടുത്തം നിർത്തി. നമുക്കാകെ കിട്ടിയത് 1, 2, 3, 4, 5, 6, 7, 8 മീൻ കിട്ടി. ഓക്കെ.